എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2076 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥികളായിട്ടുള്ളത് ഡോക്ടർമാരും വിദ്യാർത്ഥികളും ഹോമിയോപ്പതി സ്നേഹികളും തന്നെയാണ്. ഇന്ന് നമ്മളുടെ വിഷയം ചികിത്സാ അനുഭവങ്ങൾ പങ്കുവെക്കാം എന്നുള്ളതാണ്. ഇതിലേക്കായി ആമുഖമായി സംസാരിക്കുന്നതിന് ധനേഷ് ഡോക്ടറെ ക്ഷണിച്ചുകൊള്ളുന്നു. ധനേഷ് ഡോക്ടറെ. നന്ദി മറിയാമ്മ ഡോക്ടറെ. നമ്മളിന്ന് പ്രത്യേകിച്ച് ഒരു വിഷയം വെക്കാതെയുള്ള ഒരു ചർച്ചയാണ് ഉദ്ദേശിച്ചത്. എന്നിരുന്നാലും ഇന്ന് പത്രം വായിച്ചപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മുടെ കഞ്ഞിക്കുഴിയിൽ, അതായത് നമ്മുടെ ഞാനിരിക്കുന്ന പഞ്ചായത്തിൽ തന്നെ വെസ്റ്റ് ഫീവർ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും അതൊരു ഭയങ്കര ഭീകരാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ കാണുകയുണ്ടായി. അപ്പൊ തീർച്ചയായും ഇങ്ങനെ ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചല്ലാതെ പിന്നെ എന്തിനെക്കുറിച്ചായിരിക്കണം അത് സംസാരിക്കേണ്ടത്. അപ്പം വാർത്തകൾ നമുക്ക് ചുറ്റും വരുമ്പോൾ ആ വാർത്തകൾ കൊണ്ട് പേടിക്കുകയോ ഞെട്ടുകയോ അല്ലെങ്കിൽ ആമർഷം പ്രകടിപ്പിക്കുകയോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇന്ന് ഈ ഒരു അസുഖം എന്താണ്? അപ്പൊ പണ്ട് നമുക്കിപ്പോ രോഗം വന്നാൽ അതിനൊരു സൈക്കിൾ ഉള്ളതായിട്ട് പോലെയാണ്. സാധാരണ ഒരു പനി മനുഷ്യർക്ക് വരുമ്പോൾ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി നമുക്ക് പനി ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ഇടനിലക്കാരനുണ്ട്. അപ്പം ഇതൊരു വൈറൽ ഫീവർ ആണ്, വൈറൽ ഡിസീസ് ആണ്. വൈറൽ ഡിസീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എയറിലൂടെ പകരുന്നതാണെന്നുള്ള പൊതുവെ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ അങ്ങനെ അല്ലാത്ത അസുഖങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, അതുപോലെ തന്നെയുള്ള അസുഖങ്ങൾ പകർത്തുന്ന അതേ രീതിയിലുള്ള ഒരു 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 സൈക്കിൾ ഇതിന് ചുറ്റുമുണ്ട്. അപ്പൊ ഈ സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് ഫോസ്റ്റ് ആയിട്ടുള്ളത് മൃഗങ്ങളായിരിക്കും. അതിൻ്റെ ഇടയിൽ മനുഷ്യന്റെയും മൃഗത്തിന്റെയും ഇടയിൽ വരുന്നത് കൊതുകുകളോ ഈച്ചകളോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇവിടെ കൊതുകാണ്. അപ്പൊ ഈ ക്യൂലക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു കൊതുകുകളാണ്. അപ്പൊ ഇത് വൈറൽ ഡിസീസ് എന്ന് പറയുമ്പോൾ അത് ശരിക്ക് ഈ വെസ്റ്റ് നൈൽ വൈറസ് രോഗം ഉണ്ടാക്കുന്ന പ്രത്യേകതരം വൈറസ് ആണ്. അപ്പൊ ഈ വൈറസ് എങ്ങനെയാണ് ഈ പ്രത്യേകിച്ച് കുതിര അതുപോലുള്ള മൃഗങ്ങളിൽ ഉണ്ടാകുകയും ഈ മൃഗം എവിടെയെങ്കിലും ചത്ത് കിടക്കുമ്പോൾ അല്ലെ മരിച്ചു കിടക്കുമ്പോൾ അതിന്റെ ഇറച്ചി തിന്നാനായി എത്തുന്ന കൊതുകുകൾ അത് കഴിക്കുകയും അത് ഭക്ഷിക്കുകയും ഈ കൊതുകുകളിലൂടെ ഇത് കയറുകയും അതിന്റെ ഉള്ളിൽ വെച്ച് ഇത് വളർന്ന് ഇരിക്കുമ്പോഴായിരിക്കും ഈ കൊതുക് മനുഷ്യരെ ആരെങ്കിലും കടിക്കുന്നു അല്ലെ മറ്റു മൃഗങ്ങളെ കടിക്കുന്നത്. അപ്പം അങ്ങനെ ആ മൃഗത്തിനോ അല്ലെ മനുഷ്യനോ ഈ രോഗം വീണ്ടും വരാം. അപ്പം ഇത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലോട്ട് പകരുന്ന രോഗമല്ല. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ എന്താണ് പ്രതിരോധം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാവരും പറയും കൊതുകിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് എത്ര കണ്ട് സക്സസ്ഫുൾ ആകുമെന്ന് നമുക്കറിയാം. അത് നമ്മുടെ നാട്ടിൽ ചിക്കൻ ഗുനിയ വന്നപ്പോൾ ഇവിടെ ഡെങ്കിപ്പനി വരുമ്പോഴൊക്കെ സാധാരണ കൊതുക് നശീകരണമായിട്ട് ഒത്തിരി പ്രോജക്റ്റുകൾ വരികയും അതൊക്കെ ചെയ്യുമ്പോഴും രോഗം പൂർവാധികം ശക്തിയോടുകൂടെ വ്യാപിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നിരുന്നാലും കൊതുക് ഉണ്ടാകുന്ന മാർഗങ്ങൾ അല്ലെ അതിനുള്ള സോഴ്സുകൾ നശിപ്പിക്കേണ്ടതാണ്. അതിനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകേണ്ടതാണ്. അപ്പൊ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തൊക്കെ ലക്ഷണങ്ങളാണ്? ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ പോലും 80% ആൾക്കാരിലും രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാറില്ല. എന്നാൽ ബാക്കിയുള്ള 20% ആൾക്കാരിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാലും ഈ സാധാരണ ഒരു പനിയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണോ ആ ലക്ഷണങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് തലച്ചോറിൽ വരുന്ന ആക്രമണം നടത്തുകയാണെങ്കിൽ, ബ്രെയിനിൽ ആക്രമണം വരികയാണെങ്കിൽ ന്യൂറോളജിക്കൽ സിംറ്റംസ് നമുക്കറിയാം. ബ്രെയിനിന് ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് എപ്പിലിപ്സി പോലെ, ചുഴലി പോലെ, അല്ലെ കോട്ടൽ പോലെ, കോച്ചൽ പോലെ ഇങ്ങനെയുള്ള കംപ്ലൈൻസും പാരാലിസിസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ ചുരുക്കം കേസുകളിൽ 10% കേസുകളിൽ ഇത് അത്യാസന്ന നിലയിലോട്ട് പോകുന്നതായിട്ട് കണ്ടുവരുന്നതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വളരെ ചുരുക്കം മരണങ്ങളാണ് ഉള്ളത്.
പക്ഷെ എന്നാലും മരണസാധ്യത കൂടുതലാണ്. കാരണം അലോപ്പതിയിൽ ഇതിന് കാര്യമായ ചികിത്സയൊന്നുമില്ല. രോഗലക്ഷണം നോക്കിയുള്ള വേദനയ്ക്കുള്ള മരുന്നുകളും പനി കുറയാനുള്ള മരുന്നുകളും അങ്ങനെയൊക്കെയുള്ള മരുന്നുകളാണ് അവർ ചെയ്യുന്നത്. അവർക്ക് പ്രത്യേകിച്ച് പ്രതിരോധവും ഈ ഈ മേഖലയിൽ സക്സസ്ഫുൾ അല്ല. അതിനുള്ള വാക്സിൻ ഇതുവരെ അവർ റെഡിയാക്കിയിട്ടില്ല. കാരണം ഒരു മൈനർ കമ്മ്യൂണിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന രോഗം ആയതുകൊണ്ടായിരിക്കാം അത് പ്രതിരോധത്തിന് വേണ്ടി അവർ ശ്രമിക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ ഈ മൃഗങ്ങൾക്കുള്ള വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ ഹോമിയോപ്പതിയുടെ പ്രസക്തി എന്താണ്? കാരണം നമ്മളൊക്കെ ചികിത്സിക്കുന്ന പലതിലും ഈ വെസ്റ്റേൺ രോഗമുള്ളവരെ കാണും, പക്ഷെ നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. കാരണം ഇതിന്റെ എല്ലാ കോമൺ സിംറ്റംസ് സാധാരണ ഒരു പനിയുടെ പോലെ തന്നെ ശരീരവേദന, കുളിര്, തലവേദന. അപ്പൊ നമ്മുടെ അടുത്തൊരു രോഗി ശരീരവേദന, തലവേദന, കുളിരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കും, എവിടെയാണ് തലവേദന, എപ്പോഴാണ് ഇത് ഉണ്ടായത്, എന്താ അതിന്റെ കാരണം? ഡോക്ടറെ, ഞാൻ ഇന്നലെ പോയപ്പോഴും എനിക്ക് മഴ നനഞ്ഞതിന് ശേഷം എനിക്ക് കുളിരുണ്ടായി, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ട്രാവൽ ചെയ്ത് വരുന്ന വഴി എനിക്ക് ഭയങ്കര ദാഹമായിരുന്നു, കടയിൽ കയറി ഐസ് വാട്ടർ ഐസ് ഇട്ട് നല്ല തണുത്ത ജ്യൂസ് കുടിച്ച് അതിനുശേഷമാണ്. അപ്പൊ ഇവിടെ വേറൊരാള് പറയുന്നത്, ചിലപ്പോൾ ഡോക്ടറെ ഞാൻ വരുന്ന വഴി ഭയങ്കര വെയിലായിരുന്നു, എനിക്കാണെങ്കിൽ വെയിൽ കൊണ്ട ബുദ്ധിമുട്ടാണ്, പക്ഷെ വെയിൽ കൊള്ളാതിരിക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിലാണെങ്കിൽ കുടയുമില്ല, ഞങ്ങൾ കുറച്ചുപേർ ഒന്നിച്ചു പോവുകയായിരുന്നു, അപ്പൊ ഞാൻ വെയിൽ കൊണ്ട്. അപ്പൊ ഈ രീതിയിലായിരിക്കും രോഗലക്ഷണങ്ങൾ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മള് ഏത് രോഗം എന്തും ആയിക്കോട്ടെ ചികിത്സ നമുക്കുണ്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മളുടെ ഈ ഈ രീതിയിലുള്ള അതായത് നല്ല സമയം, നല്ല വെയിലുള്ള സമയത്ത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി നീന്തി കുറേ നേരം കുളിച്ച്, അപ്പൊ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരീരവേദനയും കുളിരും ഉണ്ടായിരുന്നത്, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഈ ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അവളെ രോഗം ചിക്കൻ ഗുനിയാണെങ്കിലും ഡിസീസ് ഈ പറഞ്ഞ ഡെങ്കുപനി ആണെങ്കിലും ഈ ഈ ഡിസീസ് ഫീവർ ആണെങ്കിലും നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഒന്ന് തന്നെയാണ്. അപ്പം ഏത് രോഗമായിക്കോട്ടെ നമ്മളുടെ ചികിത്സ നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത, നമുക്ക് ഉദാഹരണമായിട്ട് പെട്ടെന്നൊരു കുട്ടിക്ക് ഫിക്സ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ആ സമയത്ത് നമ്മൾ എന്ത് കാണുന്നു എന്നുള്ള മെഡിസിൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഫിക്സ് മാറും. അതാണ് ഹോമിയോപ്പതി. അപ്പം അങ്ങനെയുള്ള ഈ ഒരു പനിയായിട്ട് വരുന്ന ആ കുട്ടിക്ക് വെക്സിനൽ ഫീവറിന്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവിടെയും നമ്മളിങ്ങനെ മരുന്ന് കൊടുക്കുമ്പോൾ ആ ഫിക്സ് മാറും. അപ്പൊ അത് അതിന്റെ കോംപ്ലിക്കേഷനിലോട്ട് പോകത്തില്ല. അപ്പം ഇതുപോലെ തന്നെയാണ് ഈ മറ്റേത് കേസിലും. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഞാൻ ക്ലിനിക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്നൊരു പേഷ്യന്റിനെ കുട്ടി കാറിൽ ഇറങ്ങി ഒരു ഊടി വരുവാണ്. അത് കുട്ടി കണ്ണ് ഇങ്ങനെ ഇങ്ങനെ മേലോട്ട് പോവാണ്. പെട്ടെന്ന് നല്ല ചൂടുണ്ട്. പക്ഷെ ഓൺ ദ സ്പോട്ടിൽ ഞാൻ ബെൽഡോണ വണ്ണം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഈ കുട്ടിയുടെ ചുണ്ടില് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു. ഒരു 10 മിനിറ്റിനകം തന്നെ കുട്ടി നോർമലായി. പിന്നീട് പ്രത്യേകിച്ച് ഒന്നും തന്നെ കൊടുത്തില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരു 6 മണിയായപ്പോൾ അവർ എന്നെ വിളിക്കാൻ പറഞ്ഞു. 6 മണി കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് ഇത്ര വേഗത്തിൽ നമുക്ക് ഹോമിയോ മരുന്നുകൊണ്ട് ആ ഒരു രോഗത്തിന് കോംപ്ലിക്കേഷനിലോട്ട് പോകാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രോഗം എന്തുമായിക്കോട്ടെ നമുക്ക് ചികിത്സയുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ചിക്കൻ ഗുനിയ വന്ന കാലഘട്ടത്തിലും ചെയ്യുന്നത്. അന്ന് ചിക്കൻ ഗുനിയയ്ക്ക് ചികിത്സയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും പതറി നിൽക്കുമ്പോഴേ ഹോമിയോപ്പതി നമ്മളടുത്ത് വന്ന രോഗികളെ നമുക്ക് വളരെ 3 to 5 days കൊണ്ട് രോഗം മാറ്റാൻ പറ്റിയെന്നുള്ളത് നമ്മൾ എവിഡൻസ് സഹിതം സൂക്ഷിക്കുകയും അത് പബ്ലിക്കിന്റെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതാണ് ഹോമിയോപ്പതിയിൽ ഈ ചിക്കൻ ഗുനിയയ്ക്ക് ചികിത്സയുണ്ടെന്ന് ആൾക്കാർ അറിയുന്നത്. അപ്പൊ അത് മാധ്യമ മേഖലയിൽ, അതായത് മാധ്യമങ്ങളുടെ ഓഫീസിൽ പോയി നമ്മളൊരു പത്രസമ്മേളനം നടത്തി അവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാ പത്രങ്ങളിലും അത് വാർത്തയായിട്ട് വന്നു. അപ്പൊ ഇങ്ങനെ വാർത്തയായിട്ട് വന്നപ്പോൾ ജനം അറിഞ്ഞു ഹോമിയോപ്പതിയിൽ ചിക്കൻ ഗുനിയയ്ക്ക് ചികിത്സയുണ്ട്. അപ്പം ആൾക്കാർ നമ്മുടെ അടുത്തോട്ട് മിക്കവാറും എല്ലാ ഹോമിയോപ്പതിയുടെ ആലപ്പുഴ ജില്ലയിലാണ് ഇത് ആദ്യമായിട്ട് നല്ല രീതിയിൽ വന്നത്. അപ്പം വളരെ നല്ല രീതിയിൽ അത് പ്രചരിക്കുകയും
വളരെ വേഗത്തിൽ ചിക്കൻ ഗുനിയ എന്ന രോഗത്തെ ചികിത്സിക്കാനും അതുവഴി തടയുവാനും നമുക്ക് പറ്റി. കാരണം നമ്പർ ഓഫ് പേഷ്യൻസ് കൂടുമ്പോൾ പകർച്ചയുടെ സാധ്യതയും കൂടുകയാണ്. അപ്പം രോഗത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പടരുന്ന സാധ്യതയും വളരെ വേഗത്തിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ സാധാരണ മറ്റ് പ്രോട്ടോക്കോളുകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. കാരണം പരിസര ശുചീകരണം, വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ ഹോമിയോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഒരുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ പനിയുള്ള സമയത്ത് സിമ്പിളായിട്ടുള്ള ഡയറ്റ് കഴിക്കുക, ആരോഗ്യം വരുമ്പോൾ അതനുസരിച്ചുള്ള ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള രീതിയിലുള്ള ഫുഡുകളും നമ്മൾ കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഈ പനിയായിട്ട് കിടക്കുന്ന ഒരു കുട്ടിക്ക് വെള്ളം കുടിക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും നിർബന്ധിച്ച് വെള്ളം കുടിപ്പിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് തിരിച്ചടിക്കും. കുട്ടി ഭയങ്കരമായിട്ട് ഛർദ്ദിക്കും. അപ്പോൾ കൂടുതൽ വെള്ളം ശരീരത്തിൽ നിന്ന് പോവുകയും കൂടുതൽ ക്ഷീണം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ടാണ് പൊതുവെ ഡ്രിപ്പ് കൊടുക്കുന്ന രീതിയിൽ വെള്ളം കൊടുക്കാൻ പറയുന്നത്. തുള്ളിയായിട്ട് ഒരു സ്പൂൺ ബൈ സ്പൂൺ നമ്മൾ ഒരു സ്പൂൺ കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു സ്പൂൺ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ആ പനിയെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഛർദിലും വയറിളക്കവും അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരാതെ നോക്കാൻ പറ്റും. രോഗിയെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അപ്പം ഇവിടെ വെസ്റ്റേണൽ ഫീവർ എന്ന ഈ ഫീവറിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. നന്ദി ധനേഷ് ഡോക്ടറെ. സമകാലികമായിട്ടുള്ള രോഗം തന്നെ നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയതിന് വലിയ ഉപകാരം. ഇനി ആരെങ്കിലും ചികിത്സാനുഭവങ്ങൾ പങ്കെടുക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. അതിനോടകം ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മെയ് 10-ാം തീയതി ലോക മാതൃദിനം പ്രത്യേക പരിപാടിയാണ് നമ്മൾ ഈ സൂമിൽ നടത്തുന്നത്. ഉദ്ഘാടനം പൂയം തിരുനാൾ ഗൗരി ഭായി തമ്പുരാട്ടി ആണ് ഉദ്ഘാടനം നടത്തുന്നത്. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവിധ വ്യക്തികൾ പങ്കുവെക്കുന്നു. അതിൽ ഡോക്ടർ ഇസ്മായിൽ സൈഡ് സാർ, ശ്രീ പരീത് ഭാവാഖാൻ സാർ, ഡോക്ടർ ഭാഗ്യലക്ഷ്മി മാഡം, ഡോക്ടർ രമാദേവി അമ്പാടിയമ്മ എന്നിവർ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നതാണ്. ഈ പ്രത്യേക പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ആർക്കെങ്കിലും ചികിത്സാനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഓരോരുത്തരെയായിട്ട് വിളിക്കാം. മനോജ് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. ഡോക്ടറെ ഞാൻ ഒന്ന് റീജോയിൻ ചെയ്യാമേ, ഒന്ന് 2 മിനിറ്റ് സംസാരിക്കാം, റീജോയിൻ ചെയ്യാം. ഷഫീഖ് ഡോക്ടറുടെ ചികിത്സാനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ? ഷഫീഖ് ഡോക്ടർ. ഞാൻ പുറത്താണ്, സംസാരിക്കത്ത കണ്ടീഷൻ അല്ല. അപ്പൊ വേറെ ഒരു പാർട്ടി ഡിസ്കഷനിൽ ഇരിക്കുകയാണ്. ഞാൻ ഫ്രീ ആവുമ്പോ കുറച്ച് കഴിഞ്ഞ ഫ്രീ ആവും. ആരെങ്കിലും സ്വയമായിട്ട് പറയാൻ തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ഷീല ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഷീല ഡോക്ടറെ ഒരു സ്ക്രീൻ ഷെയർ. അതാരാ ചെയ്യുന്നത്? ധനേഷ് ഡോക്ടർ. വെബിനാർ കോട്ടയം എന്തോ ചികിത്സാനുഭവം വല്ലതും പങ്കുവയ്ക്കാണ്. ശോഭ ഡോക്ടറാണല്ലോ അല്ലേ? ഹോമിയോപ്പത്താസ് മൾട്ടി സ്പെഷ്യലിസ്റ്റ്. ഓ, ധനേഷ് ഡോക്ടർ തന്നെയാണല്ലോ. ആണോ? ഡോക്ടർ ധനേഷ്. ഡോക്ടർ ധനേഷ് ജയസിംഗ്. ശരി.
ധനേഷ് ഡോക്ടർ. അതായത് ഞാൻ എന്റെ ആരും മിണ്ടാതിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പറയാന്ന് കരുതി മനോജ് ഡോക്ടർ സംസാരിക്കുന്നെങ്കിൽ അത് കഴിഞ്ഞാവാം. സംസാരിച്ചോളൂ. അല്ല, മനോജ് ഡോക്ടർ അല്പം കഴിഞ്ഞു വരാമെന്നാ പറഞ്ഞു. അല്ല, വന്നു വന്നോ? ആ, ഓ മനോജ് ഡോക്ടറെ ആണ്. കോഹോസ്റ്റ് ആക്കാമോ? ആയിട്ടുണ്ടേ. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചർച്ച ഇങ്ങനെ വഴിമുട്ടിയിരിക്കുമ്പോൾ അവസ്ഥയിലാണല്ലേ. ഇപ്പൊ എനിക്ക് അടുത്തിടെ എന്താ ഒരു അനുഭവം പറയാം. രോഗി ഞാൻ തന്നെയാണ്. അപ്പൊ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് റുട്ടീനിസം ഉണ്ടല്ലോ, കൺകൂര് വരുമ്പോ പൾസാർ കഴിക്കും കുറയും. ഇത്തവണ അവരെ പൾസാർ കഴിച്ചു, പക്ഷെ കുറഞ്ഞില്ല. അപ്പൊ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് റെപ്പർട്ടി നോക്കാന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പമുള്ള വഴി വീണ്ടും നോക്കി. എന്താണ് സൈഡ് ഏതാണ്, മുകളിലാണോ താഴെയാണോ എന്ന് നോക്കിയും ഫെറംബോസ് എന്താ ഈ റൈറ്റ് സൈഡും ലോവർ ഐലിഡും വന്നതും അതെ ഫെറംബോസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കഴിച്ചു, പക്ഷെ ആ റെസ്പോൺസ് വന്നില്ല. അപ്പോഴാണ് എനിക്ക് ഈ അഫോർസ് 183 ഹനുമാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് മെഡിസിൻ ആക്റ്റീവ് ആയിരിക്കുന്ന വൈറ്റൽ ഫോഴ്സ് ഒരു ഡൾ സ്റ്റേജിലായിരിക്കും, ഇനാക്റ്റീവ് ആയിരിക്കും. അവിടെ നമ്മൾ ഓപ്പിയം ഉപയോഗിക്കുകയാണെങ്കിൽ വൈറ്റൽ ഫോഴ്സ് ആക്റ്റീവ് ആവുകയും മെഡിസിൻ ആക്റ്റീവ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ പോലെ തന്നെ ഓപ്പിയം 200 ഡോസ് കഴിച്ചു. ഒരു അരമണിക്കൂറിന് എനിക്ക് വ്യത്യാസം. അതിനു മുമ്പ് കണ്ണിൽ ചെറിയ ചൊറിച്ചിലുണ്ടായിരുന്നു, നീരുണ്ടായിരുന്നു, ആകെ അസ്വസ്ഥമായിരുന്നു. പക്ഷെ ഓപ്പിയം കഴിച്ച വളരെ വ്യത്യാസം ഒന്നുള്ളതാണ്. അപ്പം നമ്മൾ പലപ്പോഴും ഈ ഒരു മെഡിസിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്. നമ്മളെല്ലാവരും ഉപയോഗിക്കണം. നമ്മൾ കഷ്ടപ്പെട്ട് മെഡിസിൻ കണ്ടുപിടിക്കും, മെഡിസിൻ ആക്റ്റീവ് ഇല്ല. അപ്പം നമ്മൾ എന്ത് വിചാരിക്കും, മെഡിസിൻ തെറ്റാണെന്ന് വിചാരിക്കും. അപ്പം അതല്ല സംഭവിക്കുന്നത്. മെഡിസിൻ ശരിയായിരിക്കും, പക്ഷേ ചില കാരണങ്ങൾ മെഡിസിൻ ആക്റ്റീവ് ഉണ്ടാവില്ല. അപ്പോൾ ഓപ്പിയോ എന്ന് പറഞ്ഞാൽ നല്ല മെഡിസിൻ. അതുപോലെ ചില അഗ്രവേഷൻ വന്ന ചില കേസുകൾ ഉണ്ടാകും. അപ്പോൾ അയ്യോ അസുഖം വളരെ കൂടിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം വെച്ചാൽ അവിടെ ഈ പേഷ്യൻ്റ് ഹൈപ്പർ സെൻസിറ്റീവ് ആണ്. അപ്പോൾ അത്തരം കേസിൽ നെക്സോമിക് പോലെ മെഡിസിൻ അല്ല, കുറേ മെഡിസിൻ ഉണ്ട്. ഒരെണ്ണം നെക്സോമിക്കയാണ്. നെക്സോമിക് കൊടുത്തു കഴിഞ്ഞാൽ ആ സെൻസിറ്റിവിറ്റി കുറച്ച് കുറയ്ക്കാൻ പറ്റും, ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറയ്ക്കാൻ പറ്റും. പിന്നെ അങ്ങനെയുള്ള കേസിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് മെഡിസിൻ ഓൾഫാക്ഷൻ ആണ്. ഈ പറഞ്ഞ ഒരു വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നതിന് ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓൾഫാക്ഷൻ സ്മെല്ല് ചെയ്യുന്നത് നല്ലതാണ്. ഓൾഫാക്ട് മെത്തേഡ് എന്ന് ഒരു ബോട്ടിൽ ഒരു പെല്ലറ്റ് ഇടുക, അത് മൂക്ക് ഒരു വശം അടച്ചു പിടിക്കുക, ഒന്ന് മണപ്പിക്കുക, അത്രേ ആവശ്യമുള്ളൂ. ഇതാണ് ഡോക്ടർ സാമുദ് ഹനുമാൻ അഡ്വൈസ് ചെയ്യുന്ന ഓൾഫാക്ടറി മെത്തേഡ്. ഇത്രയാണ് തൽക്കാലം എനിക്ക് പറയാനുള്ളത്. പിന്നെ മനോജ് ഡോക്ടറെ ഓപ്പിയത്തിന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് പറയണേ. അതായത് ഈ കറക്റ്റ് മെഡിസിൻ കഴിച്ചു, പക്ഷെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്ന് കേട്ടിട്ടില്ല. ഇന്റൻസീവ് കെയർ കൊണ്ട് രോഗിയാണ്, ഇതിന് പുറത്ത് ആൾക്കാർ മാനത്ത് നോക്കിക്കൊണ്ടിരിക്കും, ദൈവത്തെ പ്രാർത്ഥിക്കും, ശരീരം പ്രതികരിക്കുന്നില്ല. ശരിക്കും ആ അവസ്ഥയിൽ നമ്മൾ ഓപ്പിയം കഴിക്കുകയാണെങ്കിൽ ഭയങ്കര വ്യത്യാസം വരും. ഇത് ഹോമിയോപ്പതിക്ക് മാത്രമേ ഉള്ളൂ ഈ മെഡിസിൻ, വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അവിടെ ശരീരത്തെ അംഗീകരിക്കുന്നുണ്ട്, മനസ്സിനെ അംഗീകരിക്കുന്നു, പക്ഷെ നമ്മൾ എല്ലായ്പ്പോഴും അംഗീകരിക്കുന്നു. അത്തരം കേസിൽ ഓപ്പിയം ഞാൻ 200 കഴിച്ചത്. ഡോക്ടർ ക്ലിയർ ആണോ ഡോക്ടറെ? ഓപ്പിയം കഴിഞ്ഞിട്ട് ഡോക്ടർ വീണ്ടും ഫെറംബോസ് കഴിച്ചോ അതോ? നല്ല വ്യത്യാസം. എന്നാലും ഞാൻ ഒന്നുകൂടെ കഴിച്ചു എന്നേ ഉള്ളൂ. ആ മെഡിസിൻ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി വീണ്ടും കഴിച്ചപ്പോൾ കുറെ കൂടെ ബെറ്റർ ആയി. അടുത്ത ദിവസം രാവിലെ ഫുൾ ക്ലിയർ ആയി കഴിഞ്ഞു. ഓക്കെ താങ്ക് യു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംശയം ചോദിച്ചോട്ടെ. ആ അപ്പൊ മനോജ് ഡോക്ടർ, നമ്മൾ ഈ ഇങ്ങനെയും പഠിച്ചിട്ടില്ല, ഇങ്ങനെ നമ്മൾ കറക്റ്റ് മെഡിസിൻ ആണ് ഇൻഡിക്കേറ്റഡ് ആണെന്ന് തോന്നിയിട്ടും കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ കിട്ടില്ലെങ്കിൽ നമ്മൾ സൾഫർ ഇടയ്ക്ക് കഴിച്ചാൽ അതിന്റെ സ്റ്റിഗ്മ മാറും എന്ന് പഠിച്ചിട്ടില്ലേ? അങ്ങനെ അങ്ങനെയും ഉണ്ട്, അതുകൊണ്ട് ഉണ്ട്. അതെ അതൊരു മയാസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ട് വരികയാണെങ്കിൽ റിക്കറന്റ് അറ്റാക്സിലൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും എനിക്ക് കൂടുതൽ എഫക്റ്റീവ് ഉള്ളത് ഓപ്പിയമാണ്. അടുത്തിടയ്ക്ക് രസകരമായ ഒരു കാര്യം, ഒരു പൂച്ച, വീട്ടിലെ പൂച്ച തന്നെയാണ്, ഇത് സാധാരണ മീൻ മാത്രമേ തിന്നുള്ളൂ. അപ്പൊ മീൻ തിന്നുന്നില്ല. കൊടുക്കുമ്പോ ഒന്ന് ഇങ്ങനെ മണപ്പിക്കാൻ നോക്കിയിട്ട് തിരിഞ്ഞ് ഓടുകയാണ്. അപ്പൊ ക്വാളിറ്റിക്കാണല്ലോ ഫിഷിന്റെ സ്മെല്ല് ഒട്ടും പറ്റാത്തത്. കുറച്ച് കൊടുത്ത് അത് രാത്രി ആയപ്പോഴത്തേക്ക് നേരെ തിന്നു. അപ്പൊ ഈ അതുപോലെ തന്നെ ഈ 2 ദിവസം മുമ്പ് രാത്രി ഭയങ്കര ഇങ്ങനെ കരഞ്ഞോണ്ട് അങ്ങോട്ട് ഓടുകയായിരുന്നു. അപ്പൊ നോക്കി 3 AM അഗ്രവേഷൻ നെക്സോമിക്കുണ്ട്. നെക്സോമിക്ക് കൊടുത്തപ്പോ ക്ലിയർ ആയി. നമുക്കില്ലാത്ത മരുന്നൊന്നും ഇല്ല എന്നുള്ളതാണ്. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള നമ്മുടെ പഠിത്തം അത്ര പോരാ എന്നുള്ള ഒറ്റ പ്രശ്നം ഹോമിയോപ്പതിക്കുള്ളൂ. ഒരു കാര്യം കൂടെ
ആ ഒരു ചോദിച്ചു. അപ്പൊ ഡോക്ടർ ആദ്യം ഈ പിന്നെ കൺകുരുവിന് പൾസാറ്റില കഴിച്ചു, എന്നിട്ട് അതിനകത്ത് റിസൾട്ട് കുറച്ചെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒന്ന് ക്രോണിക് സൈലീഷ്യ നോക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് കിട്ടുമായിരുന്നു അത് ഡോക്ടറെ? ഒരു ദിവസം കഴിച്ചു നോക്കി, നത്തിങ് ഹാപ്പൻഡ്, ഒന്നും സംഭവിച്ചില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മെഡിസിൻ ആക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗുണം ഉണ്ടാവണ്ടേ? ഒന്നും സംഭവിക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞ ഓപ്പിയം വരുന്നത്. അത് ചത്താണ് കിടക്കില്ല, ഒരു ഡെഡ് കണ്ടീഷനാണ്. അതായത് ഈ ഒപ്പിയത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പല പേഷ്യൻസിന് ഡോക്ടറെ വീട്ടിൽ വന്ന് അത്യാവശ്യമായിട്ട് വരണം, അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ആ ഒരു കണ്ടീഷൻ കാണാറുണ്ട്. ആ രോഗി നല്ല ഉറക്കത്തിലായിരിക്കും, പക്ഷെ നമ്മൾ ചെല്ലുന്ന പോലും അറിയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഒപ്പിയം വണ്ടർഫുൾ ആക്ഷനാണ്. ഞാൻ പല കേസുകളും അങ്ങനെ സക്സസ്ഫുൾ ആക്കി പേരെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരിക്കലും ഒരു രോഗിക്ക് ഇത് കൊടുത്ത് രക്ഷപ്പെട്ടതിന് ശേഷം അവർ 15 വർഷമാണ് ജീവിച്ചത്. അത് ഞാൻ നമ്മൾ ആ കേസ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ പറയും പെയിൻ, അതുപോലെ തന്നെ നമ്മൾ വേദന നന്നായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയിൽ വേദന ഇല്ലാത്ത ഒരു രോഗി വേദന ഇല്ല ഡോക്ടറെ എന്ന് പറയുകയാണെങ്കിൽ അവിടെയും ഒപ്പിയം ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വേദന ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയുന്നിടത്ത് നല്ല വേദന രോഗി പറയുന്നുണ്ടെങ്കിൽ അവിടെയും ഒപ്പിയം വർക്ക് ചെയ്യും. ഇതാണ് ഒപ്പിയത്തിന്റെ ഒരു ഭയങ്കര ആക്ഷൻ. അതുകൊണ്ട് എൻ്റെ ഒരു നമ്മൾ ഈ കാർബോവെജ് ഉപയോഗിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രോഗി ഫാനൊക്കെ ഇട്ട് കിടക്കുന്ന, ഐസായ പോലെ തണുത്ത് കിടക്കുന്ന, എന്നാൽ ഈ പറയുന്ന റെസ്പോൺസ് കാണിക്കുന്നുമില്ല, അവിടെ കാർബോവെജ് വർക്ക് ചെയ്യും. പക്ഷെ ഇതൊന്നും അല്ലാത്ത കണ്ടീഷനിലാണെങ്കിൽ, ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ ഒപ്പിയം ഒപ്പിയം വണ്ണമാണ് ഞാൻ അങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ പെട്ടെന്നാണ് റിക്കവർ വന്നിരിക്കുന്നത്. ഒത്തിരി നമുക്ക് പേര് കിട്ടിയിട്ടുള്ള അല്ലെ പേര് നേടി തന്നിട്ടുള്ള ഒരു മെഡിസിനാണ് ഒപ്പിയം. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഡോക്ടറെ വേറെ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞു, അയാൾ അമ്മ സുഖമില്ല കിടക്കുകയാണ്. അപ്പോൾ ഈ ബെഡ് റിഡനായ പേഷ്യൻ്റ് പൊതുവെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ അവർ തുപ്പിക്കളയും, അതായത് വാ തുറക്കാൻ പറഞ്ഞാൽ പല്ല് കടിച്ചു പിടിക്കും. അപ്പം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഡോക്ടർ, ഒരു പ്രഗത്ഭനായ ഡോക്ടർ പറയുണ്ടായി, ഹെലിബോർസ് ഇത്തരം കണ്ടീഷൻ നല്ലതാണെന്ന് പറയുണ്ടായി. അപ്പോൾ ഹെലിബോർസ് കഴിച്ചപ്പോൾ വ്യത്യാസം വന്നു. അപ്പോൾ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ഹെലിബോർസ് നല്ലൊരു മെഡിസിൻ, വളരെ അത്ഭുതകര മെഡിസിനാണ്. പക്ഷെ നമ്മൾ അത്രത്തോളം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഈ പലപ്പോഴും അറിയാം, അത് പലർക്ക് അനുഭവം ഉണ്ടാവും. വീടുകളിലൊക്കെ മാതാപിതാക്കളൊക്കെ വയ്യായിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഈ വാ തുറക്കാൻ പറഞ്ഞാൽ പല്ല് കടിച്ചു പിടിക്കും, ഈ കുടിച്ചിറക്കാൻ പറഞ്ഞാൽ തുപ്പും, അതായത് വാ കഴുകുന്ന വെള്ളം കുടിച്ചിറക്കും, കുടിക്കാനുള്ള തുപ്പും. അപ്പോൾ ഇത്തരം കണ്ടീഷനിൽ ഹെലിബോറസ് വളരെ എഫക്റ്റീവാണ്. ഈ ഹെലിബോറസിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോഴും ഒരു കേസ് ഓർക്കുന്നത്. ഇതുപോലെ ഒരിക്കൽ ഒരു പേഷ്യന്റ് ചിക്കൻ ബോക്സ് വന്നിട്ട് അത് അയാൾക്ക് ബ്രെയിനിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ആക്സിഡന്റ് ഉണ്ടായതിന്റെ കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് പിന്നീടാണ് ഇത് അറിയുന്നത്. അപ്പം ഈ രോഗിയുടെ ഇങ്ങനെ മേലോട്ട് നോക്കി ഡോക്ടറെ ഇങ്ങനെ കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ രോഗി ഇങ്ങനെ മേലോട്ട് നോക്കി ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട് നോക്കി ഫിക്സ് ആയിട്ട് കിടക്കുക. അപ്പൊ ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കി നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഹെലിബോറസ് വന്ന് കൊടുത്തു. ഭയങ്കരമായിട്ട് വൈകിട്ടായപ്പോഴത്തേക്ക് രോഗി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ രോഗി റെസ്പോണ്ട് ചെയ്ത്. വൈകിട്ട് ഞാൻ രണ്ടാമത് ഒന്നുകൂടെ പോയി നോക്കി, അപ്പോഴത്തേക്ക് രോഗി പോസിറ്റീവായി. ഇതിനിടയ്ക്ക് രോഗിയുടെ ബ്ലഡ് റിപ്പോർട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്ക് വളരെ ഹൈ ലെവലിലോട്ട് ക്രിയാറ്റിനൊക്കെ കൂടിയിരുന്നു. പക്ഷേ അടുത്ത ദിവസം വീണ്ടും നോക്കി, 3-ാം ദിവസം കൊണ്ട് ക്രിയാറ്റിൻ ലെവല് നോർമലായിട്ട് വന്നു. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മുടെ മെഡിസിൻ അത്ഭുതകരമായ, നമ്മൾ പോലും ഞെട്ടിക്കുന്ന റിസൾട്ടുകൾ തരുന്ന മെഡിസിൻസ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മളത് റൈറ്റ് ടൈമിൽ ഉപയോഗിക്കണം. അതിന് ആ സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മുടെ 6th സെൻസ്, അതായത് കോമൺ സെൻസ് വർക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഭയപ്പെടാൻ പാടില്ല. അയ്യോ, ഇതിപ്പോ നമ്മൾ വിട്ടില്ലെങ്കിൽ ഈ രോഗിക്ക് നാളെ ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് ദോഷമാകും എന്ന് നമ്മൾ പേടിച്ചിട്ട് നമ്മൾ റിസ്ക് എടുക്കാറില്ല. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും. ആ റിസ്കുകൾ നമ്മളുടെ അറിവും നമ്മുടെ മെറ്റീരിയലുള്ള നമ്മുടെ വിശ്വാസവും എല്ലാം നമുക്ക് പോസിറ്റീവ് ആക്കാറുണ്ട്. ഇതാണ് ഹെലിബോറസിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു. അതുകൊണ്ടാണ് ഡെയർ ടു ബി വൈസ് എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതുണ്ടെങ്കിൽ അങ്ങോട്ട് കയറാവുന്നുള്ളതാണ്. ഡെയർ ടു ബി വൈസ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതെ. ഇനി ആർക്കെങ്കിലും ചികിത്സാനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയണേ. നമ്മുടെ ഈ ആഴ്ചയിലെ സ്പെഷ്യൽ പ്രോഗ്രാമുകളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലേ, മാതൃദിനത്തെ കുറിച്ച് പറഞ്ഞിരുന്നല്ലേ ഡോക്ടറെ?
ഞാൻ പറഞ്ഞു ഓ ഡോക്ടർ. ഇനി അത് കൂടാതെ 12-ാം തീയതി ലോക നഴ്സസ് ദിനമാണ്. അപ്പൊ ധനേഷ് ഡോക്ടറെ തന്നെയാണ് അതിന് ഞാൻ സ്വാഗതം പറയാൻ വിടുന്നത്. കാരണം ധനേഷ് ഡോക്ടർ സ്വാഗതം ചെയ്തേ പറ്റൂ. അതാണ് എന്റെ കണക്കല്ലേ ഡോക്ടറെ? ഡോക്ടർ അമ്മ നേഴ്സ് ആയിരുന്നില്ലേ? അതെ അതെ ആ ഞാനുള്ളത്. അതുകൊണ്ട് വളരെ ലോജിക്കലായിട്ട് ധനേഷ് ഡോക്ടറെയാണ് അതിന് സ്വാഗതം പറയാൻ വെച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് പ്രഭാഷണം നടത്തുന്നത് ഫൊക്കാന, അത് അമേരിക്കയിലെ മലയാളി അസോസിയേഷൻ, അതിന്റെ സെക്രട്ടറി കൂടിയ ഡോക്ടറാണ് ഡോക്ടർ കല അശോകരാജ്. നമ്മുടെ സലിംകുമാർ ഡോക്ടർ കൊണ്ടുവന്ന ഒരു ഗസ്റ്റാണ്. പിന്നെ അതിനകത്ത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് കേരളമുദിയുടെ കൊല്ലം ബ്യൂറോ ചീഫ് ശ്രീ രാധാകൃഷ്ണനാണ്. അതുകൂടാതെ നമ്മുടെ ഗവൺമെന്റ് ഇവിടെ കിഴക്കേക്കോട്ട ഹോസ്പിറ്റൽ നഴ്സും ജയകൃഷ്ണൻ അതിനകത്ത് ആശംസ പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ നഴ്സസ് ഡേ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് കഴിഞ്ഞാല് നമ്മുടെ ആശുപത്രിയിൽ നഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണ്? ഹോമിയോപ്പതിയിൽ ആശുപത്രി ഉണ്ടെന്നും നഴ്സ് ഉണ്ടെന്നും ഉപയോഗം ഉണ്ടെന്നും ബഹുഭൂരിഷം പേർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ഒരു ധാരണ മാറ്റാനും കൂടി തന്നെ അതിനെ ആ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇത് വേറെ ആരും സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ വീണ്ടും വിഷയത്തിലോട്ട് വരികയാണ്. നമ്മൾ ഈ ഹോമിയോപ്പതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഹോമിയോപ്പതി ഒരു ആർട്ടാണ്, കലയാണ്, അതുപോലെ തന്നെ ഇതൊരു ശാസ്ത്രമാണ്. അപ്പോൾ ഹോമിയോപ്പതി ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ നോളജ് ഓഫ് ഹെൽത്ത്, ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, രോഗത്തെക്കുറിച്ചുള്ള അറിവ്, അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോപ്പതിയുടെ നിയമങ്ങളെ, ലോസ്, അതിനെക്കുറിച്ചുള്ള അറിവ്, അത് നോളജ് ഓഫ് ക്യൂർ. ഈ നാല് കാലുകളും കൂടെ ചേർന്ന ഒരു മേശയാണ് ഹോമിയോപ്പതിയുടെ ശാസ്ത്രം, അഥവാ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോമിയോപ്പതിയുടെ ഈ സയൻസ് എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളിൽ ചേരുന്നതാണ്. അപ്പം ഇത് നന്നായിട്ട് നമുക്കറിയാവുന്ന ഒരാൾക്ക് ഹോമിയോപ്പതി എന്താണെന്ന് മനസ്സിലാക്കാനും ഹോമിയോപ്പതി എങ്ങനെ, നമ്മൾ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അപ്പൊ പിന്നെ എന്താണ് ഹോമിയോപ്പതിയുടെ ആർട്ട്? ഈ സയൻസ്, നമ്മൾ പഠിച്ച ഈ സയൻസിനെ രോഗിയുടെ രോഗശമനത്തിന് വേണ്ടി ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഇതിന്റെ ആർട്ട് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ അടുത്ത ഒരു അറിവ്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് രോഗശമനത്തിൽ എത്തുന്നത്? നമ്മൾ സ്വാഭാവികമായിട്ടൊരു കേസ് എടുക്കുക, അത് അനാലിസിസ് ചെയ്യുക, അത് കഴിഞ്ഞ് സിമിലിമം കണ്ടുപിടിക്കുക. അത് നമുക്ക് പല മെത്തേഡുണ്ട്. ക്ലാസിക്കൽ മെത്തേഡാണ്. അത് രോഗലക്ഷണങ്ങളെല്ലാം കൂടി വെച്ച് റെപ്പർട്ടറി ചെയ്യുക. അത് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ അതൊരു ആർട്ടിസ്റ്റിക് ക്ലാസിക് പ്രിസ്ക്രിപ്ഷൻ ആവും. ഇത് നമ്മൾ കുറേ നാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു രോഗിയുടെ രോഗലക്ഷണങ്ങളെ വളരെ വേഗത്തിൽ മനസ്സിലാക്കി പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ആർട്ടിസ്റ്റിക് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പതോളജിക്കലായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. ഇത് കൂടാതെ നമ്മൾ ആഫ്റ്റർ കേസ് ടേക്കിംഗ് എന്തൊക്കെയാണ്? നമ്മളൊരു രോഗി വന്നാൽ രോഗിയെ കാണുക, ലിസൺ കേൾക്കുക, തൊട്ട് നോക്കുക, മണം ശ്രദ്ധിക്കുക. ഇതെല്ലാം വെച്ച് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ രോഗം ഉണ്ടാകുന്നതിന്റെ ഒരു കോസ് ആൻഡ് എഫക്ട് തിയറി എങ്ങനെയാണ്? അതായത് നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളും നമ്മുടെ മുമ്പിൽ കാണിക്കുന്നതല്ല ഒരു രോഗത്തിന്റെ എഫക്റ്റ് ആണ്. അപ്പോൾ അതിന്റെ കോസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ രോഗിയെ ക്യൂറാക്കാൻ പറ്റും. ഇത് നമ്മളുടെ ഒരു പേഷ്യൻ്റ് ആണ്. ഇവര് ഒത്തിരി കഥകൾ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് നിരന്തരം അസുഖങ്ങളായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞു വരുമ്പോഴത്തേക്ക് പറഞ്ഞു, ഡോക്ടറെ കഴിഞ്ഞ 6 വർഷമായിട്ട് എനിക്ക് കിടക്കാൻ മേല, എനിക്ക് ആകെപ്പാടെ തലകറക്കമാണ്, ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കുക, എന്ന് മുതലാണ് നിങ്ങൾക്ക് ഈ പ്രശ്നത്തോട്? അതിന്റെ ഡോക്ടറെ, അതേ എന്റെ വീട്ടിൽ വെച്ച് ജ്യോത്സ്യം വന്ന് എന്റെ ജാതകം നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് 6 വർഷം കൂടിയേ ഉള്ളൂ ഡോക്ടറെ, അന്ന് തുടങ്ങിയതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു ഷോക്കാണ്. പക്ഷെ അതൊരു റിലീജിയസ് മാനിയാണ്. അപ്പൊ ഇവിടെ സ്ട്രമോണിയാണ് കൊടുത്തത്. സ്ട്രമോണിയം കൊടുത്തതിന് ശേഷം വണ്ടർഫുൾ ആയിട്ട് അവർ തിരിച്ചു വന്നു. അതിനുശേഷം അവർ 70 വയസ്സായിട്ട് സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ, അതായത് രോഗി എന്ത് പറയുന്നു എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. ആ രോഗി പറയുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത്, നമ്മൾ എങ്ങനെ അതിൽ നിന്ന് വളരെ വേഗത്തിൽ രോഗങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒബ്സർവേഷന് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്ന കുറച്ച് കേസുകളാണ്. ഇയാൾ സാധാരണ ഒരു എപ്പോഴും ഈ ഒരു രീതിയിൽ പോകുന്നത് നമ്മൾ കാണാറുണ്ട്.
സൾഫർ കൊടുത്തു. ഒരിക്കലിങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഇയാൾ നമ്മുടെ ക്ലിനിക്കിൽ വരുന്നു. എൻ്റെ ഡോക്ടറെ പറഞ്ഞ അകത്തോട്ട് കയറുന്നു. അപ്പോൾ ഇയാളുടെ കയ്യിലൊരു ബാണ്ടൊക്കെ ഇട്ടുണ്ട്. അയാളുടെ ഡ്രസ്സിങ് ആകുമ്പോഴറിയാം ഇയാൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ കൊടുക്കാവുന്ന മെഡിസിൻ ഏതായിരിക്കും? സൾഫർ. അത് തന്നെയാണ്. അപ്പോൾ ഈ ഒറ്റ ഔട്ട്ലുക്കിൽ തന്നെ നമുക്കറിയാം രോഗിക്ക് കൊടുക്കേണ്ട മരുന്ന് എന്താണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇയാൾക്ക് വലിയൊരു ഹൈഡ്രോസീലിംഗ് ഇങ്ങനെ കിടക്കുകയാണ്. ഈ അയാളുടെ ഒരു ടെസ്റ്റസ് ഭയങ്കരമായിട്ട് വീർത്തിട്ട് ഭയങ്കര വെള്ളക്കെട്ടായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുക. മുണ്ടിന്റെ തൊട്ടടുത്ത് താഴെ വരെ ഉണ്ട്. അയാൾ മുണ്ടൊന്ന് ഇച്ചിരി പൊക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫൗൾ സ്മെല്ലിംഗ് ആണ്. അപ്പൊ ഇയാൾക്ക് നമ്മൾ മരുന്ന് കൊടുത്തതിന് ശേഷം ഇയാൾക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് വന്ന് മെഡിസിൻ ഇടയ്ക്ക് വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് സാധാരണ രോഗികൾ വരുന്ന പോലെ കറക്റ്റായിട്ട് വരുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ കൊടുക്കും. പക്ഷെ ഇത് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇയാൾ പല ഡോക്ടർമാരുടെ വീട്ടിലും പോയി പല ഡോക്ടറുടെ കയ്യിൽ നിന്നും ഇതുപോലെ മരുന്ന് മേടിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ മിക്കവാറും എല്ലാവരും ഇതൊക്കെ തന്നെ ആയിരിക്കാം കൊടുത്തിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഈ ഒബ്സർവേഷന്റെ ഒരു എഫക്റ്റ് ഞാൻ പറയാൻ വേണ്ടി കാണിച്ചതാണ്. ഇത് സൾഫർ മാത്രമാണോ കൊടുത്തേ? അത് സൾഫർ മാത്രം. അത്രയും, അതായത് സൾഫർ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പിന്നെ വേറെ എന്തിനെ കുറിച്ച് ചിന്തിക്കണം? അപ്പൊ ഹൈഡ്രോസില് കുറഞ്ഞായിരുന്നു. ഇയാളുടെ ബുദ്ധിമുട്ടുള്ള അയാള് എനിക്ക് സുഖമായിട്ട് ഇരിക്കാൻ നടക്കാൻ പറ്റുന്നുണ്ട് ഡോക്ടറെ എന്ന് പറയുമ്പോൾ പിന്നെ അത് പ്യൂർലി സർജിക്കൽ കണ്ടീഷൻ ആണല്ലോ. അത്ര കണ്ട് വീർത്തിരിക്കുന്ന കണ്ടീഷനാണ്. രോഗിക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് ഭയപ്പെടുന്നത്? അതല്ല, അയാൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ രോഗിയാണെങ്കിൽ അയാൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോയേനെ. ഇത് ഈ ഇരിക്കുന്ന പേഷ്യന്റ് ഇതുപോലെ തന്നെ ഒരു കഥയാണ്. ഇത് ഒരിക്കൽ ഇവർക്ക് ഇവരുടെ ഫാമിലിയിൽ തന്നെ ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന്റെ മെഡിസിനും അതുപോലെ മെഡിസിനും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇവർ കുറച്ച് നാളായിട്ട് കിടപ്പായി പോയി, കൈയും കാലും പൊക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ കുറച്ച് റിലേറ്റീവ്സിന്റെ പേഷ്യൻസാണ്. അങ്ങനെ അവിടെ വരികയും അവർ വന്ന് നമ്മൾ മരുന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കാണണമെന്ന് അവർ പറഞ്ഞിട്ട് ഞാൻ വരും. ചെന്ന പാടെ മരുന്ന് കഴിക്കുമ്പോൾ ഇവരെ എഴുന്നേറ്റിരിക്കുകയാണ്. എഴുന്നേറ്റിരുന്ന് ആ സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ്. എഴുന്നേറ്റിരുന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് ആദ്യം എടുത്ത ഫോട്ടോ അല്ല, ഇത് രണ്ടാമത് അത് കഴിഞ്ഞെടുത്തതാണേ. ആദ്യം ചെല്ലുമ്പോൾ അവർ കിടപ്പ് തന്നെയാണ്. അപ്പൊ അപ്പോഴും തന്നെ ചോദിക്കുന്നത് ഡോക്ടറെ എവിടെയാ താമസിക്കുന്നത്, ഡോക്ടറെ പിന്നെ ഡോക്ടർ ചായ കൊടുത്തോ, ഡോക്ടർക്ക് ജ്യൂസ് എടുക്കും, പെട്ടെന്ന് ജ്യൂസ് കൊടുക്കും. അതായത് നമ്മളെ ഭയങ്കര ഒരു ഫാമിലി ഫ്രണ്ടിനെ പോലെ അല്ലെ ഫാമിലിയിലെ മെമ്പറെ പോലെ ചെയ്യുക. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാവരോടും ഇങ്ങനെയാണ്, വീട്ടിൽ വരുന്നവരെ എല്ലാവരെയും ഭയങ്കരമായിട്ട് സൽക്കരിക്കണം. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവർക്ക് ഫോസ്ഫറസ് ആണ് ഞാൻ കൊടുത്തത്. ഫോസ്ഫറസ് കൊടുത്തതിന് ശേഷം ഇവരുടെ കൈയെല്ലാം സുന്ദരമായിട്ട് പൊങ്ങി വളരെ നല്ല രീതിയിൽ അവര് കുറെ വർഷങ്ങളോളം പിന്നീട് ജീവിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഇവരുടെ ഡെത്ത് വന്നപ്പോഴും ഇവരുടെ ഡെത്ത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാനാണ് പോയത്. അപ്പം ഇതാണ് അതിന്റെ വേറൊരു കേസ്. ഈ കേസ് ഞാൻ പിന്നീട് പറഞ്ഞത്. ഇതൊരു പാർക്കിൻസൺ കേസാണ്. ഈ പുള്ളിക്ക് പുറത്തു പോലും ഇറങ്ങാൻ വയ്യാതെ കിടപ്പായിരുന്നു. ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ആള് ഭയങ്കരമായിട്ട് ലിക്വർ കഴിക്കുമായിരുന്നു. നല്ല ഫൈനാൻഷ്യലി സൗണ്ടാണ്. പക്ഷെ ഈ പുള്ളിക്കാരൻ കുറെ നാളുകളായിട്ട് കിടപ്പായി പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിവർ സിറോസിസും അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നു, കണ്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക്, കുറെ നാളെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളി പുറത്ത് നടക്കുന്ന ഒരു 100 മീറ്റർ അപ്പുറമുള്ള മോളുടെ വീട്ടിൽ വരെ നടന്നു പോകുന്നതിന്റെ ഒരു സ്റ്റേജാണ്. ഈ പാർക്കിൻസൺസ് ഉള്ളവരുടെ പ്രശ്നം, ഒരു ചെറിയ ഹൈറ്റ് കണ്ടാൽ പോലും കാല് പൊക്കി വെക്കാൻ പേടിയാണ്, വീഴും. അപ്പൊ ഈ ഇദ്ദേഹം മരിച്ചപ്പോഴും ഇതുപോലെ തന്നെ ലാസ്റ്റ് വീട്ടിൽ പോയി നോക്കാൻ. അത് ഏകദേശം നമ്മുടെ വീട്ടിൽ ക്ലിനിക്കിൽ നിന്നൊരു 15 കിലോമീറ്റർ അകലെയാണ് ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒത്തിരി കേസുകൾ നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റും. നമ്മുടെ ഓരോരുത്തരുടെയും ഇതതിന്റെ ബുദ്ധിമുട്ടുകളാണ്. ഏതാ കൊടുത്തത് മെഡിസിൻ? എന്തോ അതിനേതാ മെഡിസിൻ? പുള്ളിക്ക് കൊടുത്തത് ആദ്യം നസോമിക്ക 10 എണ്ണമാണ്, പിന്നെ നേട്രം ഫോസ്, കാൽക്കേരിയ ഫോസ്.
അതിനുശേഷം പിന്നെ പുള്ളിയുടെ ആ ഒരു സൈഡ് വെച്ച് ഞാൻ എന്തോ മെഡിസിൻ ലാക്ടോസിസ് കൊടുത്തിരുന്നു. പിന്നീട് പുള്ളിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ലാക്ടോസിസിന്റെ സിംറ്റംസ് ആയിരുന്നു വെച്ചിരുന്നത്. ഒരു ഡയബറ്റിക് ഫുഡാണ്. അതിനെക്കുറിച്ച് ഇതും ഇതുപോലെ തന്നെ ഈ ഒരു കേസ് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതും ഒരു സൾഫറിന്റെ മറ്റൊരു രൂപാന്തരമാണ്. ഒരു സൈക്കാട്രിക് പേഷ്യന്റ് പോലെ ഒരു വളരെ ഒരിക്കല് ഞാൻ പോകുമ്പോൾ ഒരിക്കലല്ല പല തവണ റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് ഇവരിങ്ങനെ ഒരു ബാഗ് മറ്റേ ആൾ കാണിച്ച പോലെ ഒരു ബാഗും ഒക്കെ തൂക്കി, ഒരു ചെറിയ കിറ്റുമൊക്കെ തൂക്കി, അതിനകത്ത് കുറെ പഴംതുണികളും പേപ്പറുകളും ഒക്കെ വെച്ച് റോഡിന്റെ ഒരു സൈഡിൽ നിന്നുണ്ട് ഒരു പേപ്പർ എടുത്ത് വെച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തോന്നും ഏതാണ്ട് പേപ്പറിൽ എഴുതിയിരിക്കുന്നതാണ്. ആക്ച്വലി അവരുടെ വായിക്കുന്ന പേപ്പറിലൊന്നും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇതെല്ലാം വെച്ച് നമുക്ക് പറയാറുണ്ട് സൾഫർ ഈസ് എ റാഗ്ഡ് ഫിലോസഫർ. അത് ശരിക്ക് അനുഭവത്തിൽ കണ്ടിരുന്നു. അപ്പൊ പക്ഷേ ഇവരെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാൻ പറ്റും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പേഷ്യന്റിന്റെ ഒരു അനിയത്തിയുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഒരു ഡോക്ടറുടെ വീട്ടിൽ അത്യാവശ്യം നിത്യത്തെ സഹായിക്കാനും വീട്ടിൽ സഹായിക്കാനുമായിട്ട് പോവാറ്. ഈ സ്ത്രീ അവരുടെ കൂട്ട് പോവുകയാണ്, ഈ അനിയത്തിക്ക് വേണ്ടി കൂട്ട്. അപ്പോൾ ഇവര് എന്ന് അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞു, ഇങ്ങനെ ഡോക്ടറെ എനിക്കിങ്ങനെ അമ്മച്ചി ഇതുപോലെ പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പോൾ ആശുപത്രി എല്ലാ വർഷവും കൊണ്ടുപോയി കിടത്തും കുറെ നാൾ. അപ്പൊ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ അടുത്ത് ഡോക്ടർ ഉണ്ടല്ലോ, ഇന്ന ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറെ ഒന്ന് കാണിക്കുക, ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഇതിനകത്ത് പലതും ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഇവരൊന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് മരുന്ന് കൊടുക്കണ്ടേ. അപ്പോൾ ഒരു കുപ്പി ബോട്ടില് വെള്ളം എടുത്തിട്ട് അതിനകത്തിട്ട് സൾഫർ സെറുവാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തു വിട്ടു. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോളാൻ പറഞ്ഞു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത വീട്ടിൽ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ അമ്മച്ചി അവിടെ നിൽക്കുന്നുണ്ട്. ഡോക്ടറെ വാ, നമുക്ക് ബിരിയാണി കഴിക്കാം, ഡോക്ടർ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവരറിയുന്നില്ല നമ്മൾ മരുന്ന് കൊടുത്ത കാര്യം. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ അനിയത്തി കൊണ്ട് പറഞ്ഞു, ഡോക്ടറെ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്, ആള് പഴയ പോലെ ആയി. പക്ഷെ പിന്നീട് ഒരു 25 വർഷത്തോളം അവർ ജീവിച്ച് പിന്നെ എന്തെങ്കിലും അസുഖം വരുമ്പോൾ മാത്രം നമ്മൾ മരുന്ന് കൊടുക്കും. ഇവർക്ക് പിന്നീട് ഒരു മാനസിക പ്രശ്നങ്ങളോ രോഗങ്ങളോ ഉണ്ടായിട്ടില്ല. ഇതാണ് നമുക്ക് ഹോമിയോപ്പതിക്കാർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതം. നമ്മുടെ കയ്യിലുള്ള മരുന്നുകൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് അറിയുന്നില്ല, അല്ലെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് ആ ഒരു കേസിനെ കുറിച്ച് പറയുന്നത്. ഈ ഒരു കേസിൽ ഇതൊരു അഡ്വക്കേറ്റിന്റെ ആണ്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഞാനിങ്ങനെ ചോദിച്ചു, എന്താ ഇതിന്റെ പ്രശ്നം? അത് ഡോക്ടറെ ഒരു ദിവസം ഞാൻ കോടതിയിൽ ചെല്ലുമ്പോൾ വക്കീൽ അത് ഇങ്ങനെ കോട്ട് തൂക്കിയിടും. അത് കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനകത്തൊരു പെട്ടെന്ന് ചൊറിച്ചിൽ വന്നു. ഞാൻ അവിടെ അപ്പോൾ സംഭവം അന്ന് എനിക്ക് മനസ്സിലായില്ല, എട്ടുകാലി കടിച്ചതായിരുന്നു. അതിനുശേഷം അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഇതായിരുന്നു അവസ്ഥ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇയാൾ റൈറ്റ് സൈഡിലാണ് കടിച്ചത്. അപ്പൊ എല്ലാം കൊണ്ടും എപ്പിസാണ് അന്ന് കൊടുത്തത്. അതിനുശേഷം നല്ല മാറ്റം വന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇതേ പേഷ്യന്റ് തന്നെ ഈ പുള്ളി കാലിലൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അപ്പൊ ചൂടുവെള്ളം തിളപ്പിച്ച് തുണി തുടച്ചാൽ കുറയൊന്നും കൊടുക്കും. ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്ന പുള്ളി എടുത്തതും മറിഞ്ഞ് കാലേ വീണു. ഇവിടെയൊക്കെ പുള്ളി. അപ്പം ആക്ച്വലി ഈ സമയത്ത് കാന്താരി സൂണ്ട് അതും മാറി. അതിനുശേഷം ഈ കംപ്ലീറ്റ് ഇതും മാറും. അപ്പൊ ശരിക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഈ രണ്ട് സംഭവങ്ങളും ഒരുപോലെ ഒറ്റയടിക്ക് മാറി. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാനൊരു ഷോർട്ടായിട്ടൊരു പ്രസന്റേഷൻ നടത്തിയതാണ്. കാരണം ആരും പിന്നെ പ്രസന്റ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഇത് ഞാൻ കോട്ടയത്ത് ഒരു മനോരമയ്ക്ക് വേണ്ടി ഒരു മനോരമ ചാനലിൽ ഒരു പ്രസന്റേഷൻ ചെയ്തതാണ്. അതായത് നമ്മൾ ഈ കോവിഡ് കാലത്ത്
വലിയത് അതിന്റെ പുറകെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ കോട്ടയത്ത് IHKക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി എടുത്ത ഒരു പ്രസന്റേഷനാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത്. പിന്നെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് പറയുന്നതായതുകൊണ്ട് കുറച്ച് ഷോർട്ടാക്കിയാണ് പറഞ്ഞത്. ഇനി വേറുള്ള കേസുകളിലോട്ട് പോവാം അല്ലേ? ഇതിന്റെ ഒരു ഏതായാലും വലിയൊരു അനുഭവമായിരുന്നു ഡോക്ടർ ഞങ്ങൾക്ക് പങ്കുവെച്ച് തന്നത്. അനേകം കേസുകൾ അതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ആരെങ്കിലും ഷഫീഖ് ഡോക്ടർ എത്തിയിട്ടുണ്ടോ? ഷഫീഖ് ഡോക്ടർ വരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഷഫീഖ് ഡോക്ടർ എത്തിയിട്ടുണ്ടോ? ഡോക്ടറെ ചികിത്സാനുഭവങ്ങളല്ല, അല്ലാതെ ഒരു കഴിഞ്ഞ ദിവസം നമ്മള് യൂണിവേഴ്സൽ ആന്റിഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോഫിയാ പറഞ്ഞു. പക്ഷെ കോഫി എല്ലാ മെഡിസിനും അക്കോണൈറ്റ് ഒക്കെ കൊടുത്തിട്ട് കോഫി കൊടുത്ത എഫക്റ്റ് കൂടും, ആന്റിഡോട്ട് ചെയ്യത്തില്ല. അതാ ഡോക്ടർ എനിക്കൊരു കാര്യം പറയാനുള്ളത്. അവിടെ പ്രോബ്ലം അതാണ്. ഹനുമാൻ 3 കാര്യങ്ങളാ പറഞ്ഞിട്ടുള്ളത്. ഒരു കോഫി എടുക്കുമ്പോഴത്തേക്ക് മെഡിസിൻ അഗ്രവേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഓൾട്രേഷൻസ് വരാം, പിന്നെ ആൻഡോട്ട് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ആൻഡോട്ട് എന്ന വാക്ക് മാത്രമല്ല പറയുന്നത്. നമുക്ക് എന്താ വേണ്ടത്? ഓപ്റ്റിമം റിസൾട്ടിലെ വേണം. ഓപ്റ്റിമം റിസൾട്ട് കിട്ടുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നുള്ളതാണ് ഒരു കാര്യം. അതെ. പിന്നെ ആ. രണ്ടാമത്തെ കാര്യം, ഈ കൃത്യമായിട്ട് മരുന്ന് വെടിവെക്കുന്ന കാര്യം പറഞ്ഞൊക്കെയാണ്. ഷാർപ്പ് ഷൂട്ടറുടെ ഒരു തോക്ക് കിട്ടാൻ സൂക്ഷിക്കണം അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഈ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ കറക്റ്റ് ആണെങ്കിലാണ് ബാക്കി പറഞ്ഞതല്ല. ഇന്നലെ പറഞ്ഞ ഇതിലും അത് പറയുന്ന കേട്ട് അഗ്രവേഷൻ അഗ്രവേഷൻ അത് നമ്മളെ ഈ ബിഗിനേഴ്സ് അങ്ങനെ ചെയ്യുമ്പോഴേ ചിലപ്പം ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് തിരുത്തണമെന്ന് പറഞ്ഞത്. അല്ല, അതെ, തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണല്ലോ. അല്ല, പിന്നെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടില്ലേ, കോഫി എന്ന പേരുള്ള ഒരു സാധനം ഉപയോഗിക്കാമെന്നതിന് ആഫ്റ്റർ ആൻ എക്സ്റ്റൻസീവ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വിചാരിച്ചിരുന്നു കുഴപ്പമില്ല, പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച ശേഷമാണ് ഞാൻ ഇങ്ങനെ തീരുമാനത്തിലെത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓർഗണോ മെഡിസിൻ മാത്രമേ വായിക്കാറുള്ളൂ പൊതുവെ. അതിനോടൊപ്പം ക്രോണിക് ഡിസീസും കൂടെ വായിക്കണം. വായിച്ചാൽ മാത്രമേ ഈ ഒരു ഇത് വ്യത്യാസം വരുള്ളൂ. അതൊരു ഡിഗ്രി ലെവലിൽ സാധ്യമായ കാര്യമല്ല. സിലബസ് വളരെ വലുതാണ് കാര്യം. ഇതാണ് എൻ്റെ അഭിപ്രായമാണ്. ഇന്നലെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഗ്രാഫൈറ്റിസ് ഒരു അഗ്രവേഷൻ കണ്ടിട്ടില്ലെന്ന്. അത് നമുക്ക് പലർക്കും തോന്നുന്നു കാര്യം. നമ്മൾ ഈ റെമഡി അതായത് അല്ല ഡോക്ടറെ, അതിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഗ്രാഫൈറ്റിസിന് നല്ല അഗ്രവേഷൻ ഉണ്ടാവും, വളരെ സൂക്ഷിച്ച് ഡോസ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ. അത് എപ്പോഴും അറിയാൻ കൂടാ. അത് കണ്ടീഷനിലാണ്. അതായത് ഇത് ഒരു റെമഡി റിയാക്ഷൻ എന്നല്ലേ പറയുന്നത്. എന്തുകൊണ്ട് ആ ഏതെങ്കിലും വാക്കെടുത്ത് പറയില്ല ഹോമിയോപ്പതി ചെയ്യുന്നത്. നമ്മളെ പോലെ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും വാക്കെടുത്ത് ഉപയോഗിക്കും. പക്ഷെ അവരെ പോലെ പ്രതിഭകൾ സംസാരിക്കുമ്പോൾ ഓരോ വാക്കുകൾക്ക് അതിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അവിടെ പറയുന്ന റെമഡി റിയാക്ഷൻ എന്നാണ്. അപ്പൊ റെമഡി ആകുമ്പോൾ അത് റിയാക്ട് ചെയ്യും. മെഡിസിൻ ആണ് റിയാക്ട് ചെയ്യണമെന്നില്ല. അതാണ് വ്യത്യാസം. അല്ല, നമ്മളെ ഇന്നലെ ക്ലാസ് എടുത്ത സാറെന്ന് പറയുന്നത് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു കോട്ടയം കോളേജിലെ പ്രൊഫസറായിട്ടൊക്കെ റിട്ടയർ ചെയ്ത സാറാണെന്ന് തോന്നുന്നു. അതെ, പട്ടാഭി സാറ്. അതെ. സാറൊക്കെ പറയുമ്പോ എല്ലാരും ഈ അത് വെച്ചിട്ട് ഗ്രാഫൈറ്റീസ് ഒക്കെ എടുത്തങ്ങ് കൊടുത്തു അവസാനം അഗ്രവേഷൻ ഉണ്ടാവില്ലെന്ന് സാറ് പറഞ്ഞല്ലേ പറഞ്ഞിട്ട്. ഹോമിയോപ്പതിയിൽ സ്റ്റാൻഡേർഡൈസേഷൻ വളരെ അത്യാവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് അത് കേട്ടത്. അത് നമ്മള് സാധു സാർ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് 30 റിപ്പീറ്റ് ചെയ്താല് ഗ്രാഫൈറ്റിസിന് അഗ്രവേഷൻ ഉണ്ടാകുകയില്ല. 30 ആണ് കൊടുക്കുന്നതെങ്കിൽ. അല്ല, എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. ഈ അഭിപ്രായങ്ങളൊക്കെ ശരിയാണ്. ഹോമിയോപ്പതി ഉണ്ടാവില്ലല്ലോ. എന്തായി പറയുന്നത് അല്ലേ? കേട്ടി കൊടുത്ത് അഗ്രവേഷൻ ഉണ്ടായ കേസ് എനിക്കറിയാം, പിന്നെ എനിക്ക് അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ പിന്നെ ഓരോരുത്തരുടെ, ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ പ്രാക്ടീസിലും ഓരോരുത്തരുടെ അനുഭവങ്ങൾ അവർ പറയുന്നതായിരിക്കും എന്ന് തോന്നുന്നു. എനിവേ അതാണ് ഡോക്ടറെ കുമാരനാശാൻ പറഞ്ഞത്. ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നിന്റെ ആചാരമാ, നാളത്തെ ശാസ്ത്രമാ, അതിൽ സമ്മതം മൂളാകരാജൻ. മനസ്സിലായില്ലേ? ഇന്നലെ ചെയ്ത അബദ്ധം ഇന്നത്തെ ആചാരം, നാളത്തെ ശാസ്ത്രമാകുന്നു. അത് പാടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അത് വ്യക്തികളുടെ തെറ്റിദ്ധാരണയാണ്. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന മെഡിസിനിൽ അഗ്രവേഷൻ ഉണ്ടാകാതിരുന്നാൽ ഹോമിയോപ്പതിയിലെ മെറ്റീരിയൽ മെഡിക്കൽ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. ഈ പറഞ്ഞക്ക് കോംപ്ലിമെന്ററി ഉണ്ടാകുമോ?
ട്വൽവ് ഒബ്സർവേഷൻ ഒക്കെ എന്നെ ഉണ്ടാകുമോ? ഉണ്ടാകില്ലല്ലോ. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടേതായ ഭാഗികമായ അറിവ് വെച്ചുകൊണ്ട് ഹോമിയോപ്പതി അളക്കാൻ ശ്രമിക്കുന്നതാണ് പരാജയം. അല്ല ഡോക്ടർ, അത് പറയുമ്പോഴും ഹോമിയോപ്പതിക് അഗ്രവേഷൻ പറയുന്നത് സ്ലൈറ്റ് അഗ്രവേഷൻ ഫോളോഡ് ബൈ ആൻ അമിലറേഷൻ എന്നാണ്. സ്ലൈറ്റ് അഗ്രവേഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതിപ്പം ആഴ്ചകളോളം അഗ്രവേഷൻ ഉണ്ടായാലും അത് ഹോമിയോപ്പതിക് അഗ്രവേഷൻ എന്ന് പറഞ്ഞ് പേഷ്യന്റിനെ സമാധാനപ്പെടുത്താൻ പറ്റൂല. അല്ല, അതിനകത്ത് പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അഗ്രവേഷൻ ഓഫ് ഹിസ് ഓൺ ഡിസീസ് ആണ് ഹോമിയോപ്പതി അഗ്രവേഷൻ, മറ്റേ മെഡിസിനൽ അഗ്രവേഷൻ ആണ്. അതായത് ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഒരല്പം അഗ്രവേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് ഹോമിയോപ്പതി അഗ്രവേഷൻ എന്ന് പറയുള്ളൂ. ഇത് വളരെ വളരെ കോംപ്രിഹെൻസീവ് ആണ് ഡോക്ടറെ. ഈ വിഷയം നമ്മൾ കാണുന്ന കൊച്ചു പുസ്തകം പോലെ അല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വളരെ ഇത് പറയാ ഒരു അത് സിപ്ഡ് ഫയൽ എന്ന് പറയാം. വളരെ വളരെ ഇതാണ്, കോമ്പാക്റ്റ് ആണ് സാധനം. അപ്പൊ അതിനെ എക്സ്റ്റെൻസീവ് ആയിട്ട് വായിച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യം മനസ്സിലാവും. ഡോക്ടറുടെ അഭിപ്രായത്തിൽ എനിമിക്കൽ റെമഡീസ് ചില ഡോക്ടേഴ്സ് കൊടുത്താൽ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അത് ഞാൻ കൊടുക്കാറില്ല, കൊടുത്ത് ഡോക്ടർ കേട്ടിട്ടുണ്ട്, അത് കൊടുക്കാറുണ്ട്, കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? അതും ഇത് തന്നെയാണ്. അതും ഇതുപോലെയാണ്. ഒരു മെഡിസിൻ ആക്ട് ചെയ്ത് അടുത്ത മെഡിസിൻ റിയാക്ട് ചെയ്യും. ആക്ട് ചെയ്യാതിരിക്കുന്ന പറഞ്ഞ അർത്ഥമില്ലല്ലോ. ഇപ്പൊ ഞാൻ ഒരാൾക്ക് ഒരു മെഡിസിൻ കൊടുത്തെന്ന് പറഞ്ഞ മെഡിസിൻ ആക്ട് ചെയ്യണമെന്നില്ലല്ലോ. അതിന് കണ്ടീഷനാണ് എന്താണ്? സിമിലർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. പൊട്ടൻ ശരിയായിരിക്കണം. പിന്നെ പിന്നെ ഇപ്പൊ ഡയറ്റ് റെജിമെൻ നോക്കണം, മെഡിസിന്റെ ക്വാളിറ്റി നോക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ചിലര് എപ്പിസോ റെസ്റ്റോക്സ് കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ എപ്പിസ് ആക്ട് ചെയ്ത് കാണൂല, അപ്പൊ റെസ്റ്റാസ് കുഴപ്പം ചെയ്യൂല. എപ്പിസ് ആക്ട് ഇത് ചുമ്മാ സ്വപ്നം കണ്ട് ഉണ്ടാക്കി വെച്ചല്ലോ ഡോക്ടറെ. ഹോമിയോപ്പതി എല്ലാം പ്രൂവ്ഡ്, വെരിഫൈഡ് ആൻഡ് കൺഫേംഡ് എന്ന് 3 വാക്കാണ് ഉപയോഗിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പ് പറയേണ്ട കാര്യമല്ല. ഇപ്പൊ അതെ. ബെൽഡോണ, ബെൽ ക്യാമറ, Yes. അങ്ങനെ ഒരുപാട് ഇത് പറയുന്നുണ്ട്. മെർക്സോള്, സൈലീഷ്യ, ആ. ഇതൊക്കെ നമുക്ക് മെർക്സോളും സൈലീഷ്യയുടെ സിംറ്റംസ് ഒക്കെ ചിലപ്പോൾ ഒരു പേഷ്യന്റിൽ അല്ല കണ്ടെന്നിരിക്കും. ഡോക്ടറെ, അത് തെറ്റാണെങ്കിൽ ഈ പറഞ്ഞ കോംപ്ലിമെന്റ് തെറ്റണ്ടേ? അതെ. ഇപ്പൊ നേരത്തെ അല്ല, തെറ്റണ്ടേ? നമ്മളെപ്പോഴും ഈ ജൂനിയർ ഡോക്ടേഴ്സ് ഇതിലുള്ളപ്പോഴും നമ്മൾ ഇതൊക്കെ പറയുമ്പം പ്രത്യേകിച്ച് കോളേജിലൊക്കെ സാറന്മാരായിട്ട് ഇരുന്നവരൊക്കെ പറയുമ്പോൾ നമ്മളത് സാർ ഉദ്ദേശിക്കണ ഒന്നായിരിക്കും, പക്ഷെ പറയുമ്പോൾ ഈ പിള്ളേർ മനസ്സിലാക്കണ വേറെ രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സഭയറിന്ത് പേശു സമയം അറിന്ത് പേശുന്നു. മനസ്സിലായില്ലേ? നന്ദി ഷഫീഖ് ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ഷാജി ഡോക്ടർ ഉണ്ടല്ലോ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് വ്യത്യസ്തമായ നിരീക്ഷണങ്ങളുള്ള ആളാണ് ഡോക്ടർ ഷാജി. അൺമ്യൂട്ട് ചെയ്യാമോ ഡോക്ടറെ? ഷാജ് എന്നുള്ളതാണോ? അല്ല, ഷാജി ഷാജി ഉണ്ട്, ജി ഷാജി. ആ, അൺമ്യൂട്ട് ചെയ്തല്ലോ, ഡോക്ടർ സംസാരിക്കും. ഡോക്ടറെ, ഞാനിപ്പോഴേ കേട്ടതേ ഉള്ളൂ മീറ്റിംഗ്. പിന്നെ ഈ കോംപ്ലിമെന്ററി എന്നൊക്കെ പറഞ്ഞത് നമ്മള് ഇപ്പം റെസ്റ്റോസ് എപ്പീസിന്റെ റിലേഷൻ എന്നൊക്കെ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഇപ്പൊ സ്കിന്നിലും ഡെർമറ്റൈറ്റീസിലൊക്കെ നമ്മള് റെസ്റ്റോസ് കൊടുത്തു കഴിഞ്ഞാല് അത് സപ്രസ് ചെയ്തിട്ട് ഒരു ഏജിയൻ പോലൊക്കെ ഉള്ള ഒരു ഗ്ലോബുലർ നെഫ്രൈറ്റിസ് ഒക്കെ വരുവാണെങ്കിൽ അത് എപ്പിസിന്റെ സ്റ്റേജിലേക്ക് പോവുക എന്നുള്ളത്. അപ്പൊ ശരിക്കും ആ റെസ്റ്റോസിന്റെ ഒരു സപ്രഷൻ പോലാണ് അവിടെ ഉള്ളിലേക്ക് അടങ്ങുമ്പോഴാണ് എപ്പിസിന്റെ ആ ഒരു സ്റ്റേജിലേക്ക് ഡിസീസ് പോവുകയാണ്. നെറ്റ് വീക്കാണോ? അതെ, എന്റെ നെറ്റാണ്. ഇല്ല, കേൾക്കാമല്ലോ. കേൾക്കാമോ? കേൾക്കാം. അപ്പൊ നമ്മള് ശരിക്കും ഒരു ഈ മെഡിസിൻ എന്ന് പറയുമ്പോൾ തന്നെ അത് അതിന്റെ ആ ഒരു കോഴ്സ്, അതിന്റെ ഡയറക്ഷൻ പോകുമ്പോ തന്നെ അത് റെസ്റ്റോസിൽ നിന്ന് എപ്പിസിലേക്ക് മാറുന്നുണ്ട്. അതിന്റെ ഒരു സ്കിൻ സപ്രഷൻ വരുമ്പോ തന്നെ, അതുകൊണ്ടാണ് റെസ്റ്റോസ് കഴിഞ്ഞിട്ട് എപ്പിസ് ആ ഒരു റിലേഷൻ വരുന്നത് തന്നെ അങ്ങനെയാണ്. അത് തിരിച്ചും വരുന്നുണ്ട്. ചിലത് കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നത്, ആന്റിഡോട്ട് ആയിട്ട് വരുന്നത്, അങ്ങനെ ഉള്ള റിലേഷനും ഇതിൽ പറയുന്നുണ്ട്. നമ്മളെ മെഡിസിൻ, പല മെഡിസിനും ഉണ്ട്. ഇതിനെ കുറിച്ചൊക്കെ ഫാർമക്കോളജി അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും ആരും പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള വസ്തുത. ആധികാരികമായി പറയേണ്ടവരല്ലേ? ആഴ്സനിക് ആൽബ് തന്നെ നമ്മൾ അതിന്റെ ആക്ഷൻ ഓഫ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് 60 ദിവസം എന്നൊക്കെ പറയുന്നത്, ആ ഒരു മരുന്ന് തന്നെ പിന്നെ 10 മിനിറ്റ് ഇടവിട്ട് കൊടുക്കാം, കോളറയ്ക്ക് കൊടുക്കാമെന്നും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആ ഡിസീസിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ അത് കൊടുക്കേണ്ടത്.
അല്ലാതെ നമ്മൾ ബുക്കിൽ പറയുന്ന കണക്ക് ഒരു ഡോസ് കൊടുത്തിട്ട് പിന്നെ 60 ദിവസം വരെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആൾക്കാർ പലരും പറയുന്ന ഒരു ഡോസ് കൊടുത്തിട്ട് ഞാൻ 60 ദിവസം വരെ അത് പറയുന്നു എന്ന്. അങ്ങനല്ല. അതിപ്പോ ഒരു പിന്നെ ഷിഗല്ല അല്ലെങ്കിൽ ഒരു പോയിസണിങ് ആണെങ്കിൽ അത് ഓരോ മിനിറ്റിലും അത് പിന്നെ വളർന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ ഒറ്റ ഡോസ് കൊടുത്താൽ പോരാ, വീണ്ടും അതിൽ നിന്ന് അവർ എസ്കേപ്പ് പിന്നെ ത്രെഷോൾഡ് വഴി വീണ്ടും വരും ഒരു ഓർഗൻ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ സക്സസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് തന്നെ കൊടുക്കണം. അതാണ് ഹനുമാനൊക്കെ പറയുന്നത്. അവിടെയാണ് ഒരു പ്രശ്നം. ഈ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും നമ്മളെ ഇതിൽ പല മെഡിസിന്റെയും പറയുന്നത് ഈ അസുഖത്തിന്റെ നേച്ചറിനനുസരിച്ചാണ്. മനോജ് ഞാൻ നടത്തിയ സംസാരിച്ചോട്ടെ ഒരു കാര്യം. അതായത് ഈ ഉം. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ നമ്മുടെ മെറ്റീരിയൽ മെഡിക്കലിൽ കൊടുത്തിരിക്കുന്നത് അപ്പോർസ് 137 ബേസിലാണ്. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്രഗ് പ്രൂവിങ്ങിൽ കിട്ടുന്ന, അതായത് ദാറ്റ് മീൻസ് ഹെൽത്തി പേഴ്സൺസിൽ കിട്ടുന്നതാണ് പറയുന്നത്. അത് ഡിസീസ് പേഴ്സണിൽ കിട്ടണമെന്നില്ലല്ലോ. അത് ഡിസീസ് കണ്ടീഷൻ കിട്ടണം. ഹോമിയോപ്പതി കണ്ടീഷനിലാണ്. അപ്പൊ ഈ കണ്ടീഷൻ എടുത്ത് മാറിക്കൊണ്ടിരിക്കുന്നത് ജനറലായിട്ടൊരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ എങ്ങും ഇത് പറയുന്നില്ല. അപ്പൊ ഇത് തന്നെ പറയാം, എനിക്കൊന്ന് ഫുട് നോട്ടിലുണ്ട്. ദസ് സെപ്പി ആക്ടഡ് ഫോർ മോർ ദാൻ 100 days എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പേഷ്യന്റിലാണ്. മാത്രമല്ല അവിടെ ഈ ഒബ്സർവേഷൻ ഘടകമുണ്ട്. ഒബ്സർവ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പം പല പല ഘടകങ്ങളുണ്ട്. ഒരിക്കലും അത് ഈ പറഞ്ഞ പോലെ എന്താ പറയാൻ രോഗികളുടെ കാര്യമല്ല പറയുന്നത്, റൂവിയിലെ കാര്യമാണ് പറയുന്നത്. ഷാജി ഡോക്ടറുടെ ചികിത്സാനുഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാമോ? വൈദ്യര് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കും. കേട്ടിട്ടുണ്ട്. വൈദ്യര് ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. വിവോ ആരാണ്? വിവോ വൈദ്യര് ഡോക്ടറാണ്. കേൾക്കാമോ? കേൾക്കാമല്ലോ. കേൾക്കാം. കേൾക്കാം. ഇപ്പൊ പറഞ്ഞ വിഷയത്തെ പറ്റി, സാജി ഡോക്ടർ പറഞ്ഞതിനെ പറ്റി എനിക്ക് അഭിപ്രായം ഉള്ളത്, സിംഗിൾ ഡോസ് കൊടുത്ത് കാത്തിരിക്കണമെന്നൊന്നുമില്ല. ഹനുമാന്റെ 6 ഫോർസം പറഞ്ഞപ്പോഴത്തേക്ക് 280 കഴിഞ്ഞിട്ട് 81 85 ആണെന്ന് തോന്നുന്നു. മണിയോ ഡോക്ടർക്ക് നന്നായിട്ട് കഴിക്കുന്നില്ല. ആ ഭാഗങ്ങളിൽ പറയുന്നുണ്ട് ഡോസ് എങ്ങനെ ഗ്രാജുവലി അസെൻഡിങ് ഡോസായിട്ട് കൊടുക്കണമെന്ന്. ഇപ്പൊ 30 അല്ലെങ്കിൽ 200 കൊടുത്ത് അടുത്ത ഡോസിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇത് വെള്ളത്തിൽ നിന്ന് കലക്കി ചെറുതായിട്ടൊന്ന് കലക്കി ഒരു സ്പൂൺ ഇളക്കിയോ അല്ലെങ്കിൽ കുലുക്കിയോ അല്ലെങ്കിൽ ഗ്രാജുവലി അസെൻഡിങ് ഡോസായിട്ട് കൊടുത്താൽ നല്ലതായിട്ട് റിസൾട്ട് കിട്ടുമെന്നാണ് ഓർഗനിൽ പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ മണിയുടെ ഡോക്ടർ തിരുത്തണം. അവിടെ അസെൻഡിങ് അല്ല, പൊട്ടൻസി ചേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ഓർമ്മ പൊട്ടൻസി ചേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഒരു വാക്ക് തോന്നുന്നില്ല. രവീന്ദ്രൻ ഡോക്ടറെ അടുത്ത് പോയി പഠിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലത്തിട്ട് ഒരു സ്പൂണിട്ട് കലക്കി നന്നായിട്ട് കലക്കിയിട്ട് ഒരു സ്പൂൺ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഡോസ് നന്നായിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞു. അതിപ്പം പൊട്ടൻസി ചേഞ്ച് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് 30 കൊടുത്തിട്ട് പിന്നെ അടുത്ത 24th കൊടുക്കണം, അങ്ങനെയും പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു വാഹനമാകുമ്പോ റിവേഴ്സ് ഗിയറും വേണമല്ലോ. എന്ന് പറയുന്നത് എല്ലാം ഓൾവേസ് കണ്ടീഷൻ ഉണ്ടാവും. അക്കോർഡിംഗ് ടു പീപ്പിൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞില്ല. 100% ഹോമിയോപ്പതി അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ പോകേണ്ടത്. പിന്നെ എങ്ങും ഈ സിംഗിൾ ഡോസേ കൊടുക്കാവില്ലെങ്കിൽ തലവിട്ടാരും പറയുന്നില്ല. അവിടെയും കണ്ടീഷനിലാണല്ലോ. സിംഗ്ലി, റെയർലി, മൈന്യൂട്ട്ലി എന്ന് പറയുന്നത് ക്രോണിക് കേസ് മാത്രമല്ല, അതെല്ലാം സിറ്റുവേഷനാണ്. രോഗിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ഇല്ലെങ്കിൽ ആവശ്യമില്ല. അത്രേ ഉള്ളൂ. അതെ, ഓക്കെ. നമുക്ക് 4 മിനിറ്റും കൂടെ ഉള്ളൂ. എന്റെ ഒരു കേസ് പറയാം. ഈ കഴിഞ്ഞ ആഴ്ച വന്ന ഒരു 82 വയസ്സുള്ള ഒരു അമ്മയാണ്. അവര് ഒരു അവധി ദിവസമായിരുന്നു അന്ന്. എന്തായാലും ഞാൻ സ്ഥാപനം തുറക്കാത്ത ദിവസമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ ദേഹം മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞ് തണുത്ത് വല്ലാതിരിക്കുകയാണ് ഡോക്ടറെ. എനിക്ക് അവിടം വരെ വരാൻ പോലും ബുദ്ധിമുട്ടാണ്. ചൊറിഞ്ഞ് ചൊറിഞ്ഞ് സഹിക്കാൻ വയ്യ. ദേഹം മൊത്തം ഉണ്ട്. ഡ്രസ്സ് പോലും ഇടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഡോക്ടർ ദയവായിട്ട് ഒന്ന്, അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിക്കുന്ന കക്ഷിയാണ്. അപ്പോൾ കുറേ നാളായിട്ട് കാണാനില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ വൈകിട്ട് കാറൊക്കെ എടുത്ത് പേഷ്യൻ്റെ വീട്ടിൽ പോയി. കാരണം എനിക്ക് ഏറ്റവും അടുപ്പമുള്ളതാണ്. അവരും മകളൊരു വക്കീലൊക്കെയാണ്. അവരും ട്രീറ്റ്മെന്റിന് വരും. അപ്പം അതുകൊണ്ട് ഈ അമ്മയെ കാണാൻ ഞാൻ പോയപ്പോഴത്തേക്ക് നല്ല സന്ധ്യയായി, ലൈറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ദേഹത്ത് പിന്നെ ഒരു സ്ഥലവും ശേഷിച്ചിട്ടില്ല. ഇങ്ങനെ റൗണ്ടിന് വട്ടത്തി ഇങ്ങനെ ഒത്തിരിയും ഇറപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ
ഇങ്ങനെ റൗണ്ടാണ്, ദേഹം മൊത്തം ഉണ്ട്, നല്ല ചൊറിച്ചിലാണെന്നും പറഞ്ഞ്. പിന്നെ അപ്പോഴും ഞാൻ നോക്കിയപ്പം അവർ കിടക്കുന്ന റൂമിൽ ഭയങ്കര ചൂടാണ്, അപ്പോഴും മഴയൊന്നും പെയ്ത് തുടങ്ങിയിട്ടില്ല, വെന്റിലേഷൻ ഇല്ല, ഭയങ്കര ചൂട് ഉള്ള റൂമിലാണ് അവർ കിടക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് പിന്നെ ഞാൻ എന്നിട്ട് തിരിച്ചു വന്ന് എന്തായാലും വെന്റിലേഷൻ ഉള്ള റൂമിൽ കിടക്കണം, ആ റൂമിൽ ഇനി എന്തായാലും ഈ കംപ്ലീറ്റ് അസുഖം മാറുന്ന ഇടം വരെ കിടക്കരുത്, എയർ സർക്കുലേഷൻ ഉള്ള വേറെ ജനലൊക്കെ തുറന്നിട്ട് കിടക്കാൻ പറ്റുന്ന റൂമിലോട്ട് മാറണമെന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്നിട്ട് അവര് പാർട്ടി കൂടെ വന്നു. ഞാൻ സൾഫർ 10 ഒറ്റ ഡോസും ഡൾക്യാമറ 30 ആർട്ടിക്ക യൂറിൻസ് ടിഞ്ചർ ഇതാണ് കൊടുത്തത്. അങ്ങനെ എന്തായാലും പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചു. പിറ്റേ ദിവസം അല്ല, അതിന്റെ പിറ്റേ ദിവസം വിളിച്ചപ്പം ചൊറിച്ചിലുണ്ട് ഡോക്ടറെ നല്ലോണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറയും, ക്ഷമയോടെ മരുന്ന് കഴിച്ചാൽ മതി, മരുന്നൊക്കെ അതിന്റെ റിസൾട്ട് കിട്ടാൻ പോണതേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചതൊന്നുമില്ല. പിന്നെ ഈ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ മെഡിസിൻ എല്ലാം തീർന്നു. അപ്പൊ അവര് നേരിട്ട് ആട്ടോ വിളിച്ച് വന്നു. വന്നപ്പം നോക്കിയപ്പോൾ ഒരൊറ്റ എറപ്ഷൻ പോലും ഇല്ല. ഇങ്ങനൊരു അസുഖം വന്നിട്ടുണ്ടെന്ന് പോലും അവരെ ദേഹത്ത് കാണാനില്ല. അത്ര നല്ല റിസൾട്ടാണ് കിട്ടിയത്, വളരെ നല്ല ഒരു ക്യൂർ. അവരെ ദേഹത്ത് ഒരു ഇതുമില്ല, അങ്ങനെ വന്നിട്ടുണ്ടെന്നേ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അവര് വന്ന് വളരെ സന്തോഷമായിട്ട് ഞാൻ പിന്നെ PL-ഉം BT-യും കൊടുത്തു വിട്ടു. മെഡിസിൻ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ ഒരു SL-ഉം കൊടുത്ത് ചൊറിച്ചിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം കഴിക്കാനെന്നും പറഞ്ഞു. നല്ല ഒരു കേസായിരുന്നു. നന്ദി ഷൈല ഡോക്ടറെ. ഷീല വളരെ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഷീല ഡോക്ടർ എന്തോ ഡോക്ടർ ഷീല ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഷീല ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത് സംസാരിച്ചു. അപ്പൊ ഇങ്ങനൊരു സംശയം കൂടെ, ഈ അർട്ടിക്കേരിയ വരാനുള്ള റീസൺ എന്തായിരുന്നു അമ്മയ്ക്ക്? അത് ഒന്ന് ചൂട് സീസണാണ്, പിന്നെ ആ, ഈ ഞാൻ പറഞ്ഞില്ലേ വെന്റിലേഷൻ ഒന്നും ഇല്ലാത്ത റൂമിലാണ് കിടന്നത്. കാരണം അപ്പൊ ശരീരത്തിന് അതിന്റെ ഒരാഴ്ച 2 ദിവസം അങ്ങോട്ട് മുമ്പങ്ങോട്ട് മുട്ട കുറച്ചേ കഴിച്ചോളെന്ന് പറഞ്ഞു. അങ്ങനെ കൂടുതൽ മുട്ടയൊന്നും കഴിച്ചിട്ടില്ല, അവരങ്ങനെ മുട്ട കഴിക്കുന്ന ആളല്ല. പിന്നെ ഈ ചൂട് കൊണ്ടിട്ട് വിയർത്തിട്ടും ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. ശരീരം നന്നായിട്ട് വിയർപ്പ് കെട്ടി നിൽക്കും നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോഴേ. ഒരു വെന്റിലേഷൻ പോലും ഇല്ലാത്ത റൂമിൽ കഴിയുക എന്ന് പറഞ്ഞാൽ ആ റൂമിന് ജനലില്ല. അപ്പൊ വിയർപ്പ് കെട്ടി നിന്നിട്ട് വന്ന ഒരു ഇൻഫെക്ഷൻ ആണെന്നാണ് എന്റെ നിഗമനം. ഏതായാലും നമ്മളുടെ കൃത്യമായി സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് വളരെയധികം പ്രയോജനകരമായിട്ടാണ് അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ നമ്മുടെ ചികിത്സാനുഭവങ്ങൾ പങ്കുവെക്കാമെന്ന സൂം വെബിനാറിൽ പങ്കെടുത്ത ധനേഷ് ഡോക്ടർക്കും മനോജ് ഡോക്ടർക്കും ഷഫീഖ് ഡോക്ടർക്കും ഷീല ഡോക്ടർക്കും ഷൈല ഡോക്ടർക്കും ഷാജി ഡോക്ടർക്കും എബ്രഹാം വൈദ്യൻ ഡോക്ടർക്കും നന്ദി അറിയിക്കുകയാണ്. ഇത്രയും നല്ല ഒരു വെബിനാറാക്കി മാറ്റി എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതുപോലുള്ള വെബിനാറുകൾ വീണ്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ 2076 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി മെയ് 10 ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. മാതൃദിനം, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കൽ. ഈ ചടങ്ങിൽ എല്ലാവരും പ്രത്യേകം പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. എല്ലാവർക്കും ശുഭരാത്രി.